അങ്ങനെ ഒരു രാഷ്ട്രീയ പിൻബലം, രാഷ്ട്രീയ പിന്തുണ ഇല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോൾ ഇവിടേക്ക് പണം വരിക, ഈ പണം വിനിയോഗിക്കാൻ കഴിയുക, പോലീസ് നടപടി എടുക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കൺമുമ്പിലുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ പിൻബലമുണ്ട് എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഗോവിന്ദൻ മാഷിൻ്റെ മകൻ്റെ പേരും നമ്മൾ കേട്ടു, ശ്യാമിൻ്റെ പേരും ഒക്കെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഭരണരംഗത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അങ്ങേയറ്റം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കള്ളക്കടത്ത് സംഘത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയിട്ടാണ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നമുക്കറിയാം, ബോളിവുഡ് എന്ന് പറയുന്ന മേഖല ഒരു കാലത്ത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ പിടിയിലായിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിമാണ് അവിടെ പണം മുടക്കുന്നത്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടാണ് ബോളിവുഡിലെ സിനിമകൾ ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് ബോളിവുഡിൽ പണം മുടക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകളും വസ്തുതകളും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് വായിച്ചിട്ടുണ്ട്. സമാനമായിട്ട് ഇത്തരം ഈ പറയുന്ന വിദേശത്ത് നിന്ന് രാജേഷ് കൃഷ്ണനെ അടക്കമുള്ള ആളുകൾ നിയമലംഘനത്തിലൂടെ കൊണ്ടുവരുന്ന പണം, വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഫണ്ട് ചെയ്യുന്ന പണം, ആ പണത്തിൻ്റെയൊക്കെയാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 25 കോടി രൂപ ED ആദായനികുതി ഇൻകം ടാക്സ് ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തതോ അടപ്പിച്ചതോ എന്നൊക്കെ നമ്മൾ വായിച്ചു, മനസ്സിലാക്കുകയുണ്ടായി. ഇത് വളരെ ആസൂത്രിതമായിട്ട് കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ തരത്തിൽ ഫണ്ട് ഒഴുക്കിക്കൊണ്ട് കേരളത്തിൻ്റെ സിനിമാ മേഖലയെ പിടിച്ചടക്കുകയും അതൊരു പ്രത്യേക ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ ശ്രമമാണ്. ഇവിടെ നേരത്തെ ജയരാജ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കേന്ദ്ര സർക്കാർ രാമായണം പോലുള്ള സീരീസ് നടത്തുന്നില്ലേ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് പണം മുടക്കുന്നില്ലേ? അത്തരം പണമൊന്നും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം, രാമായണ സീരീസ് അല്ലെങ്കിൽ രാമായണത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നത്, അതേപോലുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്, അത്തരം സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണോ? ഒരു സമുദായത്തെ വിഘടിപ്പിക്കലാണോ? ഇവിടെ സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന് ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു, ഈ നമ്മൾ കണ്ടു ഒരു ചാനലിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു സംവിധായകൻ, ഒരു തിരക്കഥാകൃത്ത്, ഉണ്ട സിനിമയുടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഹർഷാദ്. അദ്ദേഹം പറയുന്നത് എന്താ, നമ്മളെല്ലാം ഇന്നലെ ഒരു പക്ഷേ നിങ്ങൾ ചർച്ച ചെയ്ത് കാണും, ഞാൻ ആ ചർച്ച കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് ചർച്ചയിൽ ആ സബ്ജക്റ്റ് വന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കണ്ടു, അദ്ദേഹം പറയുന്നത് പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നവര്, നാളെ പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നവര്, പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുന്നവര്, EVM ഹാക്ക് ചെയ്തുകൊണ്ട് മാത്രം അധികാരത്തിൽ വരാൻ സാധിച്ചവര്, ഇങ്ങനെയൊക്കെ പറയുന്ന രാഷ്ട്രീയ പരിസരത്തുള്ള ആളുകൾ നിർമ്മിക്കുന്ന സിനിമ അങ്ങേയറ്റം തെറ്റായ ആഖ്യാനങ്ങളിലൂടെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ബോധ മനസ്സിനെ വിഷലിപ്തമാക്കുന്ന തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കുകയാണ്. അത്തരം സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു വിഘടനാവസ്ഥ സൃഷ്ടിക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുന്ന സിനിമകൾ, അതിനുവേണ്ടി പണം മുടക്കുന്ന വൈദേശിക ശക്തികൾ, ഇതിനൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ സാധ്യമല്ല. ഇത് വലിയ തോതിലുള്ള ഒരു അജണ്ടയാണ്. ആ അജണ്ടയാണ് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, കേരള സ്റ്റോറി. ഇപ്പോൾ ഇവിടെ പുഴു എന്നുള്ള സിനിമ, അത് നമ്മുടെ സാമൂഹ്യ പരിസരത്ത് നിലനിൽക്കുന്ന ആശയമല്ലേ എന്നാണ് ജയരാജ് പറയുന്നത്. ആ സാമൂഹ്യ പരിസരത്ത് നിലനിൽക്കുന്ന ആശയമായിരുന്നില്ലേ കേരള സ്റ്റോറി? ആ കേരള സ്റ്റോറി എന്നുള്ള സംഭവത്തിന് ഉദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടില്ലേ? നിമിഷ ഫാത്തിമ എന്നുള്ള ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഇല്ലേ? അപ്പൊ ആ ഉദാഹരണം തള്ളിക്കളയുകയും പുഴു എന്നുള്ള സിനിമയുടെ പ്രമേയം അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രമേയമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക, ഈ ഇരട്ടത്താപ്പ് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല.